സക്കരിയ പ്രവാചകൻ ഒരു എളിയ മരപ്പണിക്കാരനായിരുന്നു. അദ്ദേഹം അല്ലാഹുവിനോട് നന്ദിയുള്ളവനും ജെറുസലേമിലെ ബൈത്തുൽ മഖ്ദിസിലെ വിശുദ്ധ ഭവനം സേവനത്തിൽ സ്ഥിരതയുള്ളവനുമായിരുന്നു. തന്റെ മരണശേഷം തന്റെ ജോലി തുടരാൻ മക്കളില്ലല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക. ശക്തനായ ഒരു നേതാവില്ലെങ്കിൽ ജനങ്ങൾ അല്ലാഹുവിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് അകന്നുപോകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹവും ഭാര്യയും വാർദ്ധക്യസഹജമായ പ്രായത്തിലെത്തിയപ്പോൾ സക്കരിയ നബിക്ക് 90 വയസ്സുള്ള സമയത്തേക്ക് കഥ മാറുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരന്റെ ഭാര്യയായ ഹന്ന, മറിയം, മേരി എന്ന പെൺകുഞ്ഞിന് ജന്മം നൽകി. മറിയമിന്റെ പിതാവും ഭക്തനുമായിരുന്ന ഇമ്രാൻ അവൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു. അനുഗ്രഹീതമായ കുടുംബത്തിൽ നിന്നുള്ള മറിയമിന്റെ സംരക്ഷകൻ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി. മറിയമിന്റെ സംരക്ഷകനാകാൻ ആഗ്രഹിച്ചവരിൽ സക്കരിയ പ്രവാചകനും ഉണ്ടായിരുന്നു. തീരുമാനമെടുക്കാൻ അവർ നറുക്കിട്ടു. സക്കരിയയുടെ പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ മറ്റുള്ളവർ തൃപ്തരായില്ല. അവർ വീണ്ടും നറുക്കിടാൻ തീരുമാനിച്ചു. ഇത്തവണ അവരുടെ നറുക്കുകൾ, പേനകൾ ഒരു അരുവിയിൽ ഇട്ടുകൊണ്ട്. ആദ്യം ഒഴുക്കിനെ പ്രതിരോധിക്കുന്ന നറുക്ക് വിജയിക്കുമെന്ന് അവർ സമ്മതിച്ചു. അല്ലാഹുവിന്റെ ഇച്ഛയാൽ സക്കരിയയുടെ നറുക്ക് അവിടെ തന്നെ നിന്നു. മറ്റുള്ളവ ഒഴുകിപ്പോയി. എന്നിട്ടും തൃപ്തരാകാതെ അവർ നിയമം മാറ്റി ഒഴുക്കിനൊപ്പം നീങ്ങുന്ന നറുക്ക് വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോഴും സക്കരിയയുടെ നറുക്ക് ഏറ്റവും വേഗത്തിൽ ഒഴുകി. ഒടുവിൽ അവർ അദ്ദേഹത്തെ മറിയമിന്റെ സംരക്ഷകനായി അംഗീകരിച്ചു. അൽ-അഖ്സ പള്ളിയിലെ ഇമാം എന്ന നിലയിൽ സക്കരിയ മറിയമിന് ആരാധനയ്ക്കും പഠനത്തിനുമായി ഒരു പ്രത്യേക മുറി പണിതു. ഒരു അത്ഭുതം സംഭവിച്ചു. സക്കരിയ പ്രവാചകൻ അവളുടെ മുറി സന്ദർശിക്കുമ്പോഴെല്ലാം കാലം തെറ്റിപ്പൂക്കുന്ന പഴങ്ങൾ അദ്ദേഹം അവിടെ കണ്ടെത്തി. ശൈത്യകാലത്ത് വേനൽക്കാല പഴങ്ങളും വേനൽക്കാലത്ത് ശൈത്യകാല പഴങ്ങളും. ഈ പഴങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് അദ്ദേഹം മറിയമിനോട് ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞു, ഇത് അല്ലാഹുവിങ്കൽ നിന്നാണ്. നിശ്ചയമായും അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നു. ഈ അത്ഭുതം സക്കരിയ പ്രവാചകൻ പ്രചോദനമായി. മറിയമിന് കാലം തെറ്റി പഴങ്ങൾ നൽകാൻ അല്ലാഹുവിന് കഴിയുമെങ്കിൽ വാർദ്ധക്യത്തിലാണെങ്കിലും തനിക്കും ഭാര്യയ്ക്കും ഒരു കുഞ്ഞിനെ നൽകാനും അവന് കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. തന്റെ ദുർബലമായ എല്ലുകളെക്കുറിച്ചും ഭാര്യയുടെ വന്ധ്യതയെക്കുറിച്ചും വിലപിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് ഒരു നീതിമാനായ അനന്തരാവകാശിയെ ചോദിച്ചു. അല്ലാഹുവിന്റെ ഉത്തരം പെട്ടെന്നായിരുന്നു. സക്കരിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മാലാഖമാർ പ്രത്യക്ഷപ്പെടുകയും യഹ്യ, യോഹന്നാൻ എന്നു പേരുള്ള ഒരു മകന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു. ആ പേര് മുമ്പ് ആർക്കും നൽകിയിരുന്നില്ല. യഹ്യ ഒരു മഹാനായ നേതാവും പരിശുദ്ധനും നീതിമാന്മാരിൽ നിന്നുള്ള ഒരു പ്രവാചകനുമായിരിക്കുമെന്ന് മാലാഖമാർ അറിയിച്ചു. ആശ്ചര്യഭരിതനായ സക്കരിയ ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചു. ഒരു മാലാഖ മറുപടി പറഞ്ഞു, അങ്ങനെ തന്നെയാകും. നിന്റെ രക്ഷിതാവ് പറയുന്നു, അത് എനിക്ക് എളുപ്പമാണ്. മുമ്പ് നീ ഒന്നുമല്ലാതിരുന്നപ്പോൾ നിന്നെ സൃഷ്ടിച്ചതുപോലെ. തന്റെ ഭാര്യ ഗർഭം ധരിക്കുമ്പോൾ ഒരു അടയാളം നൽകണമെന്ന് സക്കരിയ പ്രവാചകൻ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു. പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ തന്നെ 3 രാത്രികൾ ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ വരിക എന്നതാണ് അടയാളമെന്ന് അല്ലാഹു അറിയിച്ചു. തന്റെ ശബ്ദം നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ സക്കരിയ പുറത്തുവന്ന് അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നത് തുടരാൻ ജനങ്ങൾക്ക് ആംഗ്യം കാണിച്ചു. താമസിയാതെ യഹ്യ പ്രവാചകൻ ജനിച്ചു. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്ന പാഠം വിശദീകരിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു.